സുബ്ഹാനല്ലാഹ്, രാവിലെ തന്നെ കുട്ടികൾ ഈ ഒരു പാട്ടും വെച്ച് ഡാൻസാ. അങ്ങനെയാണ് ഞാനിത് കാണാനിടയായത്. എത്ര ലളിതമായാണ് ഈ ഉസ്താദുമാർ ഇസ്ലാം പ്രബോധനം ചെയ്യുന്നത്. ദിംദിമി ദിംദിമി തയ്യക തയ്യക തോം. പ്രിയപ്പെട്ട ഉസ്താദുമാരെ, നിങ്ങൾക്കിതെന്ത് പറ്റി? മദ്ഹ് എന്ന പേരിട്ട് നിങ്ങൾ കാണിക്കുന്ന എല്ലാ കോപ്രായങ്ങളും മുസ്ലിം സാമാന്യം അംഗീകരിക്കണമെന്നാണോ? ഹബീബായ തങ്ങളുടെ പേരിൽ മദ്ഹിൽ അദബ് അനിവാര്യമല്ലേ? ഇത് തിരുത്താൻ ശ്രമിക്കുന്നവരെ പുലഭ്യം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നിങ്ങൾക്ക് സാദിഖ് ഫാളിലി ഗൂഡല്ലൂരിൽ നിന്നും ഒരുപാട് പഠിക്കാനുണ്ട് എന്ന് അൻസാരി സൂരി ആലപ്പുഴ. ഇതിപ്പോൾ ഞാൻ പറഞ്ഞ കാര്യമല്ല. അൻസാരി സൂരി ഉസ്താദ് തൻ്റെ പോസ്റ്ററിൽ ഈ ഒരു മദ്ഹ് ഗാനം എന്ന് പറയുന്ന ഈ ഒരു ഗാനവും ഉസ്താദ് എഴുതി പിടിപ്പിച്ച ഈ ഒരു വാക്കുകളുമാണ് ഞാനിപ്പോൾ വായിച്ചത്. ഉസ്താദ് ഇതിനെ പ്രതികരിച്ച് ഇങ്ങനെ ഒരു പോസ്റ്റർ ഇട്ടത് കൊണ്ട് തന്നെ ഒരുപാട് ഉസ്താദിന് പുലഭ്യം പറഞ്ഞുകൊണ്ട് തന്നെ ഒരുപാട് മെസ്സേജുകളുമുണ്ട് താഴത്ത്. ഞാൻ പറയുന്നത്, ഞാനും ഇതുപോലൊരു മദ്ഹ് ഗാനം ഞാനും കണ്ടിരുന്നു. ഞാൻ എന്നിട്ട് കരുതുക ഇതിനെ ഒന്നും വിമർശിക്കാനൊന്നും ആരുമില്ലേ എന്ന്. അങ്ങനെ ഫേസ്ബുക്ക് തുറന്നപ്പോഴാണ് അൻസാരി സൂരി ഉസ്താദ് ഇങ്ങനെ ഒരു പോസ്റ്റർ ഇട്ടത്. വളരെ നന്നായി ഉസ്താദെ. നാളെ നമ്മളെ മക്കളും ഇതുപോലെ തെറ്റിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അത് കണ്ടപ്പോൾ തന്നെ തിരുത്താൻ ശ്രമിച്ച ഉസ്താദിന് ഒരുപാട് നന്ദി ഞാൻ അറിയിക്കുകയാണ്. നാളെ നമ്മൾ മക്കൾ മാത്രമല്ല, ഒരുപാട് മക്കളും ഇതുപോലെ തെറ്റിദ്ധാരണയിൽ ഏർപ്പെടാൻ സാധ്യതയുള്ള ഒരു വിഷയം തന്നെയാണ്. അതിൻ്റെ താളവും ബോധവും ശരിക്കും പറഞ്ഞാൽ അരോചകം തന്നെയാണ്. ആൾക്കാർ പലതും പറയും, സോഷ്യൽ മീഡിയ എന്നുള്ള ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് തന്നെ ഇസ്ലാമിനെ വിമർശിക്കണോ എന്ന്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അൻസാരി സൂരി ഉസ്താദ് ഇതിനെ വിമർശിച്ചത് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ അദബ് കേടായി മദ്ഹ് ഗാനം പാടിയപ്പോഴാണ് ഉസ്താദ് ഇതിനെ വിമർശിച്ചത്. 10,000 കണ്ട ഈ ഒരു വീഡിയോ ആ 10,000 വീട്ടിൽ പോയി ചെന്ന് പറയാനൊന്നും പറ്റില്ല. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന തെറ്റുകൾ സോഷ്യൽ മീഡിയയിൽ തന്നെ തീർക്കണം. ആ ഒരു തെറ്റിദ്ധാരണ തീർക്കണമെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ കഴിയും. അതുകൊണ്ട് തന്നെയാണ് അൻസാരി സൂരി ഉസ്താദ് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലൂടെ തന്നെ ഇതിനൊരു മറുപടി കൊടുത്തത്. വളരെ നല്ല കാര്യമാണ്. നാളെ നമ്മളും മക്കളും ഇതുപോലുള്ള രീതിയിലേക്ക് അങ്ങ് പോയേക്കാം. ആ ദഫിൻ്റെ താളബോധം തന്നെ കേൾക്കുമ്പോൾ നമുക്കൊരു അരോചകം തോന്നുന്നില്ലേ? നമ്മളെ കുട്ടികളൊക്കെ കരുതും ഇങ്ങനെയൊക്കെ മദ്ഹ് ഗാനം അവതരിപ്പിക്കാമല്ലോ, പിന്നെന്താ അങ്ങനെ സിനിമാ പാട്ടിലൂടെ നമുക്ക് മദ്ഹ് ഗാനം കേൾക്കേണ്ടി വരും. അങ്ങനെ സിനിമാ പാട്ടുകളിലൂടെ നാളെ മദ്ഹ് ഗാനങ്ങൾ ഇതുപോലെ ദഫിൻ്റെ താള തകർപ്പിൽ നമ്മൾ കേൾക്കേണ്ടി വരും. നമ്മളെ മക്കളത് അവതരിപ്പിക്കുമ്പോൾ നമ്മളത് ഇരുന്ന് കാണേണ്ടും വരും. ഇന്ന് നമ്മുടെ കുട്ടികളൊക്കെ സോഷ്യൽ മീഡിയയാണ് നയിക്കുന്നത്. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ, ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ സോഷ്യൽ മീഡിയയിലൂടെ പരക്കുമ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ കൂടി തന്നെ അതിന് മറുപടി കൊടുക്കുകയും വേണം. അതിന് മറുപടി കൊടുത്ത അൻസാരി സൂരി ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, ആമീൻ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു വീഡിയോ ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടപ്പോൾ സുബ്ഹാനല്ലാഹ്, നമ്മുടെ ദീനൊക്കെ എങ്ങോട്ടാ പോകുന്നതെന്ന് കരുതിയതാ. ഇതിനിപ്പോൾ അൻസാരി സൂരി ഉസ്താദ് മറുപടി കൊടുത്തത് കൊണ്ട് തന്നെ ഉസ്താദ് ഇതിൻ്റെ ഒരുപാട് കേൾക്കേണ്ടി വരും. എന്നാൽ ഇതിനൊക്കെ പ്രൊമോട്ട് ചെയ്ത് കൊടുക്കണം. ഇത് സോഷ്യൽ മീഡിയയിൽ അവർ വന്ന് അവതരിപ്പിച്ചതല്ല തെറ്റ്. ഈ ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചു കൊടുത്തതാണ് തെറ്റായത്. നമ്മുടെ മക്കളൊക്കെ ഇതുപോലുള്ള അബദ്ധത്തിൽ നിന്നും പടച്ച തമ്പുരാൻ കാക്കട്ടെ, ആമീൻ. അൻസാരി സൂരി ഉസ്താദ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ കാണുമ്പോൾ അതിനപ്പാടന്നെ ഉസ്താദ് മറുപടി കൊടുക്കും. അൻസാരി സൂരി ഉസ്താദ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് പൈസക്ക് വേണ്ടിയല്ല. ഉസ്താദ് സോഷ്യൽ മീഡിയയിലൂടെ പൈസ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ അറിയാം. ഉസ്താദിൻ്റെ ഓരോ വാക്കുകളും ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വരുമാനമായിട്ട് ഒരുപാട് പൈസയും കിട്ടും. പക്ഷെ ഉസ്താദ് സോഷ്യൽ മീഡിയയിലൂടെ പൈസ വാങ്ങുന്നില്ല എന്ന് ഉസ്താദിൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയും. അതുകൊണ്ട് തന്നെ ഉസ്താദിൻ്റെ വാക്കുകളിൽ നീതിയുണ്ട്, സത്യസന്ധമായ നീതിയുണ്ട് അതിൽ.
ഉസ്താദ് ചെയ്യുന്നത് ദീനി പ്രബോധനമാണ് ചെയ്യുന്നത്. അതിനു വേണ്ടി മാത്രമാണ് ഇതിനു വേണ്ടി സമയം ചിലവഴിക്കുന്നത്. അപ്പോൾ എന്തെന്നാലും അൽഹംദുലില്ലാ അൻസാരി സൂരി ഉസ്താദിനെ പോലുള്ള നമ്മുടെ പണ്ഡിതന്മാർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, ആമീൻ. അപ്പോൾ പുണ്യമാക്കപ്പെട്ട റമദാൻ മാസത്തിൽ തന്നെ ഇങ്ങനെ ഒരു വിഷയവുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരേണ്ടി വന്നതിൽ ലജ്ജിക്കുന്നു. അപ്പോൾ അടുത്തത് തന്നെ നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.